അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരികയാണ്, നബിയേ, അങ്ങക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാം നബിയേ. ആ കൽപ്പന വന്ന സമയത്ത് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടുച്ച നേരത്ത് അറേബ്യയുടെ മണലാരുണ്യത്തിലൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. ദൂരെ ദൂരെ ആ നട്ടുച്ച സമയത്ത് ആരും പുറത്തിറങ്ങി നടക്കാത്തൊരു സമയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നത്. ഈ വരവിങ്ങനെ കണ്ട സമയത്ത് സിദ്ദീഖ് തങ്ങളോട് പറയുകയാണ്, അതേ ദൂരെ 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 അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ ആ വരുന്നത്. ഇത് പറഞ്ഞ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങക്ക് സമർപ്പിതമാണ് നബിയേ. പതിവില്ലാത്ത സമയത്ത് പതിവില്ലാത്ത വേഗതയിൽ പതിവില്ലാത്തിടത്തേക്കുള്ള വരവാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ വീടിന്റെ കതകിലേക്ക് എത്തുകയാണ്. വീടിന്റെ കതകിലേക്ക് എത്തിയിട്ട് സിദ്ദീഖ് തങ്ങളെ വിളിക്കുകയാണ്, യാ സിദ്ദീഖ്, മോനെ സിദ്ദീഖേ. സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം അർപ്പിച്ചപ്പോൾ ആദ്യമായി സിദ്ദീഖ് തങ്ങൾ പറയുന്നതെന്താണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം സാധാരണ കാണുന്ന പോലെയുള്ള ഒരു മുഖത്തിലല്ല, അവിടുത്തെ മുഖത്തിന് ചില മാറ്റങ്ങളുണ്ട്. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, എന്താണ് നബിയേ അങ്ങയുടെ ഈ മുഖം മാറിയതിന്റെ കാരണം എന്താണ് നബിയേ? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുന്നു, സിദ്ദീഖേ, മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട് സിദ്ദീഖേ. ഇത് പറഞ്ഞ സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ മുഖം മാറുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മാറുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരികയാണ്. എന്റെ ഹബീബായ തങ്ങളില്ലാത്ത മക്കയോ, എങ്ങനെയാണ് തങ്ങളെ കാണാതെ സിദ്ദീഖ് എഴുന്നേൽക്കുന്നത്? തങ്ങളുടെ ശബ്ദം കേൾക്കാതെ എങ്ങനെയാണ് സിദ്ദീഖ് ജീവിക്കുന്നത്? തങ്ങളോട് മിണ്ടാതെ തങ്ങളുടെ സ്വരം കേൾക്കാതെ എങ്ങനെയാണ് സിദ്ദീഖിന് മുന്നോട്ട് പോവാൻ കഴിയുന്നത്? മക്ക വിട്ട് എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പതിന്ന സ്വരത്തിൽ സിദ്ദീഖ് തങ്ങൾ തിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്, അസ്സുഹബത യാ റസൂലല്ലാഹ്, അങ്ങ് ഒറ്റക്ക് പോകല്ല നബിയേ, ഈ സിദ്ദീഖും അങ്ങയോട് കൂടെയുണ്ട് നബിയേ. അങ്ങ് ഈ സിദ്ദീഖിനെ മക്കയിൽ തനിച്ചാക്കി കൊണ്ടുപോകല്ല നബിയേ. സിദ്ദീഖിന് അങ്ങില്ലാതെ മക്കയിൽ നിൽക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് ഞാനും അങ്ങയുടെ കൂടെയുണ്ട് റസൂലേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. ഹബീബായ തങ്ങൾ അല്പസമയം മിണ്ടാതിരിക്കുകയാണ്. എന്താണ് കാരണം എന്നറിയോ? സിദ്ദീഖില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഹബീബായ തങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് മറുപടി കൊടുക്കുന്നത്? മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു
അള്ളാഹുവിന്റെ കൽപ്പന വരാതെ, അള്ളാഹുവിന്റെ വഹ്യ് വരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടുകയില്ലല്ലോ, ഒന്നും അവിടുന്ന് മറുപടി പറയുകയില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആത്മമിത്രങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ സങ്കടം തിരിച്ചറിയുകയാണ്. നബിയേ, മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന യാത്രയിൽ അങ്ങയുടെ കൂടെ സിദ്ദീഖിനെ കൂട്ടാം നബിയേ എന്ന് മറുപടി കൊടുക്കുകയാണ്. ഈ മറുപടി റസൂലുള്ളാഹി സിദ്ദീഖ് തങ്ങളോട് പറയുമ്പോൾ സിദ്ദീഖ് തങ്ങൾ നിലവിളിക്കുന്നു, സിദ്ദീഖ് തങ്ങൾ വാവിട്ടുകൊണ്ട് കരയുന്നു. ഇത് കാണുന്ന ആയിഷ ഉമ്മ ഉദ്ധരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഈ ഉപ്പ ഇതുപോലെ സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഒരു മനുഷ്യനും സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് ഈ രൂപത്തിൽ കരയില്ല. അങ്ങനെയാണ് എൻ്റെ ഉപ്പ കരഞ്ഞത്, അങ്ങനെയാണ് എൻ്റെ ഉപ്പ കരഞ്ഞത്. സിദ്ദീഖ് തങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെ ഇടറുകയാണ്. എന്തിനാണ് ഇടറുന്നത്? പ്രിയപ്പെട്ട പൊന്നുമോളെ വിട്ടുകൊണ്ടാണ് പോകുന്നത്, പ്രിയപ്പെട്ട മക്ക വിട്ടുകൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത്, തന്റെ എല്ലാ കുടുംബങ്ങളെയും വിട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ പരമാനന്ദമാണ് മനസ്സിലുള്ളത്, ഈ യാത്രക്കാരുടെ കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ് അത്രയാണ് അവിടുത്തെ മഹബ്ബത്ത്. അതാണ് സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത. ഒരു സമയത്ത് പോലും റസൂലുള്ളാഹി ഇല്ലാത്ത സമയത്തെ കുറിച്ച് സിദ്ദീഖ് തങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല. ആ യാത്ര എത്രമാത്രം വലിയ മനോഹരമായ യാത്രകളാണ്. ഹിജ്റയുടെ നാൾ വഴികളിലൂടെ നടന്നു പോകുന്ന യാത്ര എത്ര വലിയ യാത്രയാണ്.